ബിൽഡിംഗ് ആണോ? ഇവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ. ഈ ബിൽഡിംഗ് ആണോ? ബിൽഡിംഗ് ആണോ? എടാ തട്ടത്തില് നീക്ക ചൂടെ പയ്യവാ. ഇല്ലടാ അവിടെ നിക്കണേ. ധൃതി വെക്കണ്ട ചില്ലായിട്ട് വാടാ പയ്യവാ. പാട്ട് സൗണ്ട് കുറച്ച് വിട്ടതാ. സൗണ്ട് കുറച്ച് വിട്ടേ പാട്ട്. ഒരു വണ്ടി ആളും കൂടെ വരാണ്ടെന്ന് പറയുന്നു. സോ ഗൈസ് അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ തുറന്നോ? സാധാരണ നിങ്ങളെല്ലാം പോസ്റ്റേഴ്സ് അല്ലേ കാണുന്ന എല്ലാ വട്ടം. ഈ വട്ടം ഭിത്തിയിൽ ഒരു വീഡിയോ ഒക്കെ കയറ്റി നമ്മള് എല്ലാരും ഗ്ലോബ് ഉണ്ട്. എല്ലാ വട്ടം നമ്മള് ഫോട്ടോ അല്ലേ വെക്കണം. ഈ വട്ടം ഒരു വീഡിയോ അടിച്ചാൽ കയറ്റി. ഇതില് കൊറേ സൗണ്ട് മെമ്മറീസ് കുറച്ച് കുറയ്ക്കട്ടെ. സൗണ്ട് കുറച്ച് വാ ബോയ്സ് വാ വാ വാ. ഫോട്ടോ ഏട്ടാ മുള്ളി വാ എടുത്ത് പറഞ്ഞല്ലോ ഫോട്ടോ ഇല്ല. ഓർമ്മയുണ്ടല്ലോ ഞാൻ കൂടുതലൊന്നും നിങ്ങളെ ഇതൊന്നും മുള്ളി ഉള്ള കാര്യം മുള്ളി. ഈ വണ്ടി കാണുമ്പോ എനിക്ക് മുള്ളി ചിരി വരും മുള്ളി. എനിക്ക് വരും. അല്ല മുള്ളി എനിക്ക് ഇത് കാണുമ്പോ മുള്ളി കാറിൽ ഓമ്പിച്ചതാണ് എനിക്ക്. അത് കഴിഞ്ഞുള്ള നമ്മളെ ഗ്യാങ് വണ്ടി. പിന്നെ പിന്നെ അല്ല നീ നോക്കടാ. ഇതൊന്നും അല്ല വേറൊരു സാധനം ഇവിടെ കിടപ്പുണ്ട് നോക്ക്. എന്തൊക്കെ പറഞ്ഞാല് ഈ വണ്ടിക്കുള്ള ഓറ ഉണ്ടല്ലോ അത് വേറെ ഒന്നിനും ഇല്ല. ഇതൊരു സാധനമായിരുന്നു ഇത്. റെഡിയാണ് പറയണേ. റെഡിയാണോ? തുറക്കട്ടെ. മാളിക്കുട്ടി തന്ന വണ്ടി. ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഓറയായിരുന്നു ബാബു. ഇതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. നമ്മൾ എത്ര സിറ്റുവേഷനുകളിൽ അപ്പൊ വാ വാ നമുക്ക് തുറക്കാം കേസ് വാ. ഓക്കെ തുറക്കണേ. ഇവിടെ നമ്മുടെ കുറച്ച് പഴയ ഗ്യാങ് ഡ്രസ്സുകളെല്ലാം നമ്മളിവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം കയറി നോക്കാം. ഗ്യാങ് ഡ്രസ്, ഗ്യാങ് ഹുഡീസ്. നമ്മളിപ്പോഴത്തേക്കാ ഗ്യാങ് ഹുഡി. ഓ ഇതേം തൊട്ട് മുന്നത്തത്. അതെ നമ്മൾ ഈ കളറിലാണ് നമ്മൾ എക്സലൻസ് കെയർ ചെയ്തല്ലേ? അഭിപ്രായം പറയട്ടാ. എന്റെ അഭിപ്രായത്തിൽ വേറെ കാര്യം പറയാം. ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്ന ഡ്രസ് ഇതാണ്. ഓഡിയൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിരുന്ന ടിവിയുടെ ഗ്യാങ് ഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് റെഡ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്ന് വോട്ട് ചെയ്ത സാധനം. മാറ്റങ്ങൾ അനിവാര്യമായതുകൊണ്ട് നമ്മൾ മാറ്റിയതേ ഉള്ളൂ. വേറെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഗ്യാങ് ഡ്രസ് ഇതായിരുന്നു. ആ ഇത് ചന്ദ്രൻ സെലക്ട് ചെയ്ത കളറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കന്ന് വേറെ കളർ തരില്ലെന്ന് പറഞ്ഞു. അതെ ലാസ്റ്റില് നമുക്ക് കളറായിരുന്നു. പക്ഷെ ഇത് നമ്മളെ ഭയങ്കര ഹൈപ്പോടൊക്കെ ലോഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് മുള്ളിയെന്നും. അതെ അതെ സത്യം. അവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇനി എങ്ങോട്ടാ? ആരും കാണാത്തൊരു വഴി. ചോന്ന ഗേറ്റ് വഴിയാണ്. എടാ എല്ലാരും ഒരു കാര്യം ചെയ്യാവടാ. ജസ്റ്റ് ഒന്ന് അലൈൻഡ് ആവാൻ പറ്റുമോ? നമ്മളിങ്ങനെ പോകുന്നത് ഒരു എന്താ പോലെ. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട് എന്നെ വിടും അകത്തോട്ട്.
ഈ വഴി ഇങ്ങോട്ട് ഉള്ളിട്ട് ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഇവിടെ വന്ന വഴി കടന്ന കൂട് വന്ന വഴി അവസാനം എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ പങ്കുവെച്ചാട്ടോ. ഓരോ വണ്ടി കാണുമ്പോൾ കൊറേ ഓർമ്മ. ആ ഓർമ്മകളൊക്കെ ഞാൻ already ഇവിടെ പങ്കുവെച്ച് കഴിഞ്ഞു. കണ്ടായിരുന്നോ? നിങ്ങൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കണ്ടോളൂ. അകത്ത് നമ്മുടെ ഡ്രസ്സ് ഓക്കെ. പണിതർക്ക് പോലും വഴി അറിഞ്ഞൂടായിരുന്നു. നമ്മളൊന്നും ഈ വണ്ടീന്റെ വീഡിയോ നമ്മളീ കാണിച്ചില്ലല്ലോ. ഓക്കെ. അല്ല Guys, be ready for the blast. 19 minutes. 19 minutes. ഞാൻ ബേസ് ക്യാമ്പ് കോപ്പി ചെയ്യേ. ബേസ് ക്യാമ്പ് നാളെ കണ്ടാ മതി നിങ്ങൾ കേട്ടോ. അല്ല ഞാൻ ബേസ് ക്യാമ്പ് കോപ്പി ചെയ്യേ. 19 മിനിറ്റ് നിങ്ങൾ എൻജോയ് ചെയ്യണം. ഇതിന്റെ ഫുൾ സ്ക്രീൻ. നിങ്ങൾ കളിക്കടാ. ഈ വഴി ഓ ഇത് വഴി ഇവിടെ വഴിയുണ്ട്. വാ ഓ വസന്ത 3 വണ്ടികൾ. നമ്മുടെ വസന്ത ഐക്കോണിക് 3 വണ്ടികൾ. ഓ ഏതാ? 3 അല്ല 2 ഉള്ളു കേട്ടാ. ആ ഇല്ല 2 ബാക്കി 2 സീം. മരതകോ ഹർലരും ഇവിടല്ലേ നമ്മുടെ മറ്റേ പരിപാടി ഇവിടല്ലേ? അല്ല അതല്ല മറ്റേ ലോഗോ മേലോട്ട് വന്നിരുന്ന ലോഗോ. ഒന്ന് അകത്തോട്ട് നോക്കണേ. ഒന്ന് ആകാശത്തോട് നോക്കണേ. ആകാശത്തോട് നോക്കണേ എല്ലാരും. വണ്ടിയുടെ മുകളിലെ വണ്ടിയാ ഇത് നമ്മുടെ പുതിയ ലോഗോ. വണ്ടിയുടെ നേരെ മുകളിലോട്ട് നോക്കണം. നേരെ മുകളിലോട്ട് നോക്കണം. ഓ കണ്ടു ഇത് നമ്മുടെ സെക്കൻഡറി ലോഗോ ആയിട്ട് നമ്മുടെ വേർഷൻ ലോഗോ ആയിട്ടൂടെ വരും കേട്ടാ. ഇത് തക്കുടുവാവ അതുപോലെ തലവെട്ട് അതോ ലോകം എന്നുള്ളൊരു ഇതായിട്ട്. അപ്പൊ നമുക്കിനി വെച്ച് താമസിപ്പിക്കണ്ട. 12:28 നമുക്കപ്പൊ തുടങ്ങാം. എടാ ഞാനൊരു കാര്യം പറയാം. ഇവിടുത്തെ തിയേറ്ററിൽ കാണിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോക്ക് അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്കിത് പുറത്തേ കാണിക്കുന്നുള്ളൂ. അപ്പൊ എല്ലാരും ഒന്ന് ഡിസ്കോഡ് വരണം. ആ റൂമിൽ പോയിട്ട് കാണിക്കും. ആ ഓക്കെ ചെയ്തത് റക്സ് എന്ന് പറഞ്ഞ ടീമാണ്. അവരുടെ ആദ്യത്തെ വർക്ക് ചെയ്ത് കൂടാ അല്ല ആദ്യത്തെ വർക്കല്ല. അതായത് നമ്മുടെ തന്നെ മാപ്പ് ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അവരുടെ സംരംഭത്തിന്റെ പേരാണ് റെക്സ്. അവര് പുതിയതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. ആ സംരംഭത്തിന്റെ ആദ്യത്തെ വർക്കാണ്. ഓ താങ്ക് യു ടീം റെക്സ്. പുറത്തല്ല അകത്ത് തന്നെ. അവര് ഫുൾ ആൻഡ് ഫുള്ളി ഇതിന് വേണ്ടി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവര് 1 മാസത്തിന് മേളില് ബാക്കി എല്ലാ വർക്കുകളും ഹോൾഡ് ചെയ്തിട്ട് ഇതിന്റെ പുറകിലായിരുന്നു. താങ്ക് യു സോ മച്ച് റെക്സ് ടീം. ഇതൊരു തിയേറ്റർ ആണ് ആക്ച്വലി കേട്ടാ. ഇത് അവര് ആ സൗണ്ട് ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അത്ര അടിപൊളിയായിട്ടാ ചെയ്തേക്കുന്നത്. ഇത് കണ്ടാ നിങ്ങള് ഫ്രണ്ടും പുറത്താണോ? അല്ലല്ല പുറത്ത് കാണാടാ. കാരണം എനിക്ക് FPP ഇട്ട് ഗ്ലാസ് വന്നോണ്ടിരിക്കും മറ്റേ. അതായത് ഇവിടെ കാണിച്ചിട്ട് വണ്ടി കാണിക്കുന്ന റിവീൽ ചെയ്യുന്നു അതോ വണ്ടി റിവീൽ ചെയ്തിട്ട് പ്ലേ? ഇല്ല ഞങ്ങൾ ആ ഫുൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പുകുട്ട എല്ലാരും ഡിസ്കോഡ് വരുമോ? ഒന്നിവിടെ ഇരുന്നിട്ട് പോവാം. ഒന്ന് അലൈൻഡായിട്ട് ഇരുന്നിട്ട് പോവാം. അല്ലെങ്കിൽ അലമ്പാവും നമ്മള് വരുമ്പോ. എല്ലാരും ഇരുന്നു. കേറിയിട്ടൊന്ന് എടാ എല്ലാരും വീശുവാ. മഞ്ഞിൻ കറന്നവനെ നീ പൂനുള്ളാൻ വരുന്നതല്ലേ. ഹലോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എൻ്റെ കയ്യിലുണ്ട്.
നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആൻഡ് ഞാൻ നിങ്ങളടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഗൈസ് ലിറ്ററലി ഇതൊരു 3 വണ്ടിയാണ്. 3 വണ്ടി എന്ന് പറഞ്ഞാൽ ഇതില് ഒരു വണ്ടി എന്ന് പറയണത് 2 4x4 നിങ്ങൾ കണ്ടതാണ്. ഒരെണ്ണം ലിഫ്റ്റഡ് ആ വണ്ടി, ഒരെണ്ണം കംപ്ലീറ്റ്ലി ലിഫ്റ്റഡും ഓഫ് റോഡ് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വണ്ടിയാണ്. മനസ്സിലായോ? സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് സിറ്റിയിൽ കൊണ്ടുവരും. അതാണ് നമ്മുടെ പ്ലാൻ ഇപ്പൊ കറന്റ്ലി. ആൻഡ് നിങ്ങളുടെ ഞാനൊരു പ്രോമിസ് തന്നായിരുന്നു, ഇതിന് മുകളിൽ ഒരു റിവീൽ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനമില്ല. ഷൗട്ടെക്സെ മോനെ പറയാൻ എനിക്ക് വേറെ വാക്കൊന്നുമില്ല. ഷൗട്ടെക്സെ എനിക്ക് ഈ വീഡിയോ ഞാനിപ്പോ 4ാമത്തോട്ടാ കാണണം, എന്നിട്ട് എനിക്ക് രോമാഞ്ചം. ഈ വണ്ടി കാണാത്തവരുടെ എടാ മൈക്കോടൊക്കെ എന്ത് അഭിപ്രായം അല്ലേ? നിങ്ങൾ കാണാത്തൊരു കുറെ ഉണ്ടല്ലോ വണ്ടി. നമ്മളെ കണ്ടതാ. എല്ലാരും കണ്ടായിരുന്നോ? ഹെയിലി നമ്മള് പയ്യെ കൊണ്ടുവരുന്നുള്ളൂ. ഹെയിലിയിൽ ഒരു ചെറിയ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഡിലേ ആക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഹെയിലി ഞാൻ ഇതാക്കുന്നത്. And as he promised, SXG never gonna disappoint you guys. എന്റെ പൊന്നോ, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് നേരെ വണ്ടി കാണാമല്ലോ. നമുക്ക് കയറി ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടി കാണാം. നിങ്ങളെല്ലാം ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വണ്ടി കാണിക്കാം. ആൻഡ് നമുക്ക് നേരെ സിറ്റിക്കകത്തോട്ട് പോവാം. സിറ്റിയിലോട്ട് വാ. ഗൈസ് അമ്പത്തൂരും എല്ലാവരുടെ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട് ഇവിടെ ഇതിനകത്ത്. സോ വണ്ടി ഞാൻ നിങ്ങളെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നേരിട്ട് കാണിച്ചു തരാം. എവിടെയാ വണ്ടിയൊക്കെ എവിടെയാ? വന്നാ എത്തിയല്ലേ? ഓ തെറ്റ്. അവിടെ അവർക്ക് എന്താ പറയാനുണ്ടോ? പറഞ്ഞു. നിക്കോബ്രോയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ പറഞ്ഞു. എല്ലാരും ഹാപ്പി അല്ലേ? അയ്യോ ബ്രോ ഹാപ്പി അല്ലേന്നോ ബ്രോ? കിട്ടില്ല, ഒന്നും പറയാനില്ല. അതെ ആ തേർഡ് ഒരു സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി. നമ്മളിതോണ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു വാറൊക്കെ ചെയ്യാനെ കൊണ്ടൊരു പുതിയ ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടത്തേക്ക് ഒരു ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. സോ I hope you guys are happy with the work. So yeah. അയ്യോ ബ്രോ അടിപൊളി, ഒന്നും പറയാനില്ല. അതില് ഒരു സെക്കൻഡ്. അതെ ബ്രോ വിഷയം ഒന്നും പറയാനില്ല. നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. അത് ഒന്നും പറയല്ല. ഇനി പകൽ വെളിച്ചത്തിൽ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തത് ബ്രോയുടെ ഓസി ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ലാസ്റ്റ് നമുക്ക് നമുക്കിപ്പം ഈ ഒരു സംഭവം ഇത്രയും ഡിലേ ആവാൻ ഒരു മെയിൻ റീസൺ അമ്പത്തൂരില്ല. അമ്പത്തൂരിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തോണ്ട്. സത്യം ഫ്രം ദ ബിഗിനിങ് അവൻ ഇത് ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാന്ന് എന്റെ അടുത്ത് ആദ്യമേ വന്ന് പറഞ്ഞതാണ് അവൻ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഒരിക്കലും അമ്പത്തൂരിനെ നമ്മുടെ ഇന്ന് എത്രയും നാളത്തെ പരിപാടികളിലൊക്കെ രായൻ അത്രയും വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ടി വിക്ക് ഒരു ലെവൽ വെച്ചിട്ടുണ്ട് അവൻ രായൻ ഈ ഇവന്റ്സിലും എല്ലാം. അപ്പൊ പെട്ടെന്ന് ഒരാള് അത് വന്ന് റീപ്ലേസ് ചെയ്യാന്നല്ല ഞാൻ പറയണത്, എന്നാലും അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഒരു ഉത്തരവാദിത്വം മനസ്സും കാണിക്കാന്ന് പറഞ്ഞ അമ്പത്തൂര് നേരമെന്ന് എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പം ഇങ്ങനൊരു റിവ്യൂയിലേക്ക് ഇത് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, സത്യം പറയാലോ. ഇവിടെ ആരുടെ ഒരാളുടെ എക്കോ അടിക്കുന്നുണ്ട്, ഒന്ന് ഓഫ് ചെയ്യോ? അത് ആരുടെയാന്ന് വെച്ചാ ബ്രോയുടെ ആണെന്ന് തോന്നുന്നു ഗിത്താർ വായിക്കുന്ന ബ്രോ. ഒന്ന് അതെ അമ്പോ ഇവിടെ ഇല്ലല്ലോ. അവൻ ഇപ്പോഴും വിളിച്ച് ഓരോ അപ്ഡേറ്റ് ഇന്ന പോലെ അടുത്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൻ ഇതിനു വേണ്ടി ഇരിക്കുവാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാവരുടെയും എന്റെ സൈഡിൽ നിന്ന് അതുപോലെ ടി വിയിലെ എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക് യു. നിങ്ങൾക്ക് ഇസട്രിയിലുള്ള എല്ലാവർക്കും പൊന്നാ, നിനക്ക് പ്രത്യേകിച്ച് നിക്കോബ്രോ, ബാക്കി കുറെ പേരുണ്ട്, എനിക്ക് എല്ലാവരുടെയും പേര് അറിഞ്ഞൂടാ. അതുകൊണ്ടാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇസട്രിയിലുള്ള എല്ലാവരും ക്രൂവിനോട്. ആൻഡ് ഇത് നിങ്ങളുടെ ഫസ്റ്റ് GTA വർക്കാണല്ലേ വണ്ടി? അല്ല, നമ്മുടെ നിക്കോബ്രോയുടെ സൈഡില് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ചെയ്തതാണ്. അപ്പം കുറച്ച് പിന്നെ വലിയ പറയാം ഫൈനൽ ഒരു ഗ്യാങ് വണ്ടി വർക്ക് ചെയ്തായിരിക്കും. ഫൈനൽ വണ്ടി അതെ, എന്റെ ലാസ്റ്റ് ഗ്യാങ് വണ്ടി. അതെ
അതെ എന്താ പറയാ ഇറ്റ്സ് എ ഹോണർ ലൈക്ക് നിങ്ങൾ ഇത്ര നല്ല സാധനം ചെയ്തു തന്നിട്ട് പോവാന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു ആക്ച്വലി ഐ ആം ഹോണർഡ്, ഐ എം റിയലി ഹോണർഡ്. നിങ്ങളുടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഐ എം റിയലി ഹാപ്പി. ഇന്ന് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഐ ലിറ്ററലി ഹാഡ് ഗൂസ് ബംസ്. സോ സത്യം. എന്റെ വണ്ടി തന്നെ, ഞാൻ ഡിസൈൻ ചെയ്ത വണ്ടി തന്നെ ആ ഒരു ഇതിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കിപ്പോഴും അത് ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. അത്രക്ക് ക്രേസി മാൻ, ക്രേസി. താങ്ക് യു സോ മച്ച്. ലൈക്ക് കുറെ പേര് സിമിലാരിറ്റീസ് പറയാൻ ചാൻസ് ഉണ്ട്. ആ സിമിലാരിറ്റീസ് പറയുന്നതല്ല, നിക്കോറോ ചെയ്ത വണ്ടിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോ സിമിലാരിറ്റീസ് പറയാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ. ആണല്ലേ? അത് ഡിസൈനേഴ്സ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. സിഗ്നേച്ചർ, അത് എന്റെ ഒരു സിഗ്നേച്ചർ ആയതുകൊണ്ട്. അതെ, മേളിലുള്ള ഗ്രില്ലാതോ? മേളിലുള്ള ഗ്രില്ലാതോ? ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ് ടൈം തരണേ. ഞാൻ നിങ്ങളെ വേറൊരു കാര്യം ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് ഞാൻ സിറ്റിക്കകത്തോട്ട് കയറാവേ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വണ്ടി പുള്ളി റിയൽ ലൈഫിൽ ഇത് എങ്ങനെയാ ബിൽഡ് ചെയ്തതെന്ന് അറിയോ നിങ്ങൾക്ക്? ജസ്റ്റ് ഞാനിതൊന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ വണ്ടി റിയൽ ലൈഫിൽ പുള്ളി ബിൽഡ് ചെയ്തത് ദേ ഇങ്ങനെയാ. നിങ്ങൾ പറഞ്ഞോ ബാക്കി എന്താന്ന് വെച്ചാ. It's a 6x6. ഞാൻ പറഞ്ഞ ഇതിലെ ഈച്ച് ആൻഡ് എവറി സ്ക്രൂ നട്ട് വരെ പുള്ളി പണിതാണ്. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച നിക്കോവറോ, ഇതാണ് ആ വണ്ടി. ഇതിന് ലിവറി കൊടുത്തിരിക്കുന്നതാണ് ആ വണ്ടി. ലിറ്ററലി ഈ ഒരു വണ്ടി നമ്മുടെ ഈ ഇൻസൈഡ് ഈ ഗെയിമിനകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ബിൽഡ് ചെയ്തതാണ്. ആൻഡ് ബാക്കി പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സിറ്റിയിലോട്ടൊന്ന് കേറി കേട്ടോ. ഒരു സെക്കൻഡ് എന്റെ അടുത്തൊന്ന് മാറിക്കണേ, ഒന്ന് മാറിക്കണേ പ്ലീസ്. അയ്യോ ഇത് മാറ്റി ഇവർക്ക് സംസാരിക്കാനുണ്ട് ഈ റെക്സ് ടീമിന്, മാപ്പ് ചെയ്ത ടീമിന്. ഓക്കെ ഓക്കെ. നമ്മളെ മാപ്പ് ചെയ്തത്. സോ നമ്മളെ ഒരു ഫസ്റ്റത്തെ ഇന്നാണ് ലോഞ്ച് സത്യം പറഞ്ഞ കസ്റ്റംസിന്റെ. അയ്യോ ബ്രോ, താങ്ക് യു സോ മച്ച്. അടിപൊളി വർക്കായിരുന്നു, കിടിലൻ വർക്കായിരുന്നു. നമ്മൾ ആക്ച്വലി നമുക്ക് ഈ ഒരു എനിക്കറിയാം നിങ്ങൾക്ക് ഈ സ്റ്റേജ് ഇതൊക്കെ ചെയ്യാൻ വളരെ ലിമിറ്റഡ് ടൈമേ കിട്ടിയിട്ടുള്ളെന്ന്. അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഓൾറെഡി. അപ്പോൾ ഈ ഇവന്റിന് നമുക്കൊരു നല്ലൊരു ഡീസന്റ് ഒരു കിടലൻ ഒരു സ്റ്റേജ് പ്ലസ് ഒരു നല്ല വീഡിയോ, അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് സാധനം. അത് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്തു തന്നതിൽ ഒരുപാട് താങ്ക് യു സോ മച്ച്. ബാക്കിൽ അമ്പത്തൂരാണ് എനിക്ക് സത്യം പറയാല്. അറിയാം, അമ്പത്തൂരെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇവന്റിൽ. അവൻ തിരിച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം ഇത് നമ്മൾ ആൾക്കാർക്ക് പ്രോമിസ് കൊടുത്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഒരു ന്യൂ ഇയർ ബിഗിനിങ് ഫ്രം ദ പീക്കിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഈ സാധനം ഇന്ന് തന്നെ നമ്മൾ വെച്ചത്. അപ്പൊ എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എ ലോട്ട്. നമ്മളിപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് 70x റെക്സ് എന്ന രീതിയിലാണ്. ഓക്കെ 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 ഓക്കെ. കസ്റ്റമേഴ്സിന്റെ പേരാണോ 70? പിന്നെ എക്സ്ലാൻഡിസ് അല്ലണ്ട് കേട്ടില്ല ഒച്ചത്തി. എല്ലാരും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? അതാ പറഞ്ഞ പേര് മാറും. കസ്റ്റംസ് നെയിം റെക്സ് കസ്റ്റംസ്. പൊന്ന ഈ വണ്ടി ആക്ച്വലി കോപ്പറേറ്റ് പ്രൊട്ടക്റ്റഡ് അല്ലേ? അതെ അതെ, നമ്മൾ ഈ വണ്ടിക്ക് കോപ്പറേറ്റ് വെച്ചേക്കുന്ന 5M മോഡലിനല്ല, നമ്മൾ ഡിസൈനിലാണ് മോഡൽ ഇത് വെച്ചേക്കുന്നത്, കോപ്പറേറ്റ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ വണ്ടിക്കകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊപ്പൈലും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് വണ്ടി കാണാം. വാ, ഇനി ഡിലേ ആക്കണ്ട. എങ്ങോട്ടാ വരണ്ടേ? നേരെ പോയിട്ട് റൈറ്റ്. സാമ്പിളൊക്കെ നീ കീടണം എടുത്ത് വെച്ചിട്ട്, എന്നിട്ട് പണിതാണെന്ന് പറയണം. മേളില് നീലയ്ക്ക് വരെ പച്ച എടുത്തിട്ട് പറയണം ഞാൻ രാപ്പകലില്ലാതെ പണിതാണെന്ന് കേട്ടാ. ഒന്ന് ബാക്കിലോട്ട് വേണം, ബാക്കിലോട്ട് വേണം.
അപ്പുക്കുട്ട ഉണ്ടോ ഇവിടെ? അവൻ വെളിയിൽ എവിടെ ആയിരുന്നു പറഞ്ഞായിരുന്നു അസോനെ. അവൻ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നു. അപ്പുക്കുട്ട നീ ആ വീഡിയോ അപ്ലോഡ് ചെയ്തോ? ഇല്ല, അത് എന്താ ചെയ്യണ്ടേ? അത് നമുക്ക് ഞാനിപ്പോ ഇത് കഴിഞ്ഞ ഉടനെ കൊളാബായിട്ട് അപ്ലോഡ് ചെയ്യാം. കേറട്ടെ? നിങ്ങൾ ഈ മെക്കയ്ക്ക് വീഡിയോ കണ്ട ക്വാളിറ്റി അല്ല, വീഡിയോ കണ്ട ഹൈറ്റും അല്ല ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ഒരു ക്യാരക്ടർ കണ്ട, ഇത് കണ്ട, ഇത്രേ ഉള്ളൂ. ഒരു ക്യാരക്ടർ ഇത്രേ ഉള്ളൂ. ഇതൊരു ബീസ്റ്റ്. ഈ വണ്ടി നിങ്ങളെ വെട്ടത്ത് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഈ വണ്ടിയുടെ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എടാ ഒന്ന് കണ്ണാപ്പി ഒന്ന് ഇറങ്ങിയടാ, ഒന്ന് ഇറങ്ങിയടാ. ഇന്റീരിയർ നോക്കണം, സ്റ്റിയറിംഗ് വീൽ എല്ലാം. ഇതിന്റെ ഇന്റീരിയർ കസ്റ്റം ചെയ്തതാണ്. ഇത് ഫുള്ളി എല്ലാം വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ഇതുണ്ടോ, ഞാൻ RPM കൊടുക്കുന്നതിനനുസരിച്ച് RPM മീറ്റർ ഓടുന്നുണ്ടോ? വണ്ടിയുടെ ലുക്ക് പിന്നെ ഇതൊന്ന് ബാക്കിൽ ഇവിടെ നിന്ന് നോക്കി കണ്ട, ഇത് കണ്ടോ? പൊന്നോ, ഇനി ടർഫൊക്കെ ഒരു പിടിയുണ്ടല്ലേ? അല്ല അല്ല, ഇവിടെ കണ്ടിട്ടില്ല അത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബിൽഡ് പോലെയാണ്, ഒരു വണ്ടിയാണ് ഇത് ആക്ച്വലി. പുള്ളി ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് ഈ 3D ഇതൊക്കെ കേൾക്കാൻ താല്പര്യം പുള്ളിക്ക് ഒരു സ്പേസ് കൊടുക്കും ഇന്നെ ലൈവില്. അതിനിപ്പം താല്പര്യമുള്ള ഗെയിം അല്ലാതെ അപ്പാർട്ട് ഫ്രം ഇതിന്റെ ഒരു എഫേർട്ട് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് അറിയണം. കാരണം നമ്മൾ കുറെ വണ്ടി ഇറക്കുന്നു, അത് ആൾക്കാർ ലീക്ക് ആവുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഈ ഫ്രസ്ട്രേഷനൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതിലൊക്കെ എന്തിരിക്കുന്നു, ഇവനൊക്കെ ഒരു ഗെയിം അല്ലേ, ഒരു ഗെയിമിലെ കാറല്ലേ, ഒരു ടോയ് അല്ലേ എന്നൊക്കെ പറയും കുറെ പേര്. പക്ഷെ ഇതിന്റെ പുറയിലുള്ള എഫേർട്ടും പുറയിലുള്ള സാധനം എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പൊ അതെന്തായാലും ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ലൈവില്. പുള്ളിക്ക് ആ ഒരു സ്പേസ്. പക്ഷെ ഞാനിത് പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറയാ, ബ്രോ ഞാനിത് ലൈവില് ഞാനിത് കാണിച്ചു തരാം, ഞാനിത് കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും, അപ്പോൾ ബ്രോയ്ക്ക് കൂടുതൽ വർക്ക്സ് ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുക, ഈകളെ ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ എൻ്റെ അവസാനത്തെ വണ്ടി ചെയ്യണത്, ഇനിയൊരു വണ്ടി ചെയ്യുന്നില്ലെന്ന്. എനിക്ക് ഇത് ശരിക്കും പുള്ളി പാഷന്റെ പുറത്ത് അടുത്ത വണ്ടിലോട്ട് പോകാം. ഞാൻ കാര്യം പറയട്ടെ, വണ്ടിക്ക് തിരിക്കുമ്പോഴാണ് അതിന്റെ സൈസ് മനസ്സിലാവണേ അല്ലേ? ഇത് ദൂരെ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയട്ടെ, ഇത് ഒരു 2 പേര് 3 പേരൊക്കെ ഈ വണ്ടി കൊണ്ട് കുത്തി അവന്മാര് പേടിച്ച് മുള്ളും. അവന്മാര് ഈ വണ്ടി ദൂരെ നിന്ന് ഓടി വരുന്ന കാണുമ്പോ തന്നെ പേടിയായി പോകും അവന്മാർക്ക്. നോക്കണ്ട ഇത് കണ്ട ഫ്ലോർ താത്ത അടുത്ത എവിടെയാ? ഇങ്ങോട്ടാ ഇങ്ങോട്ട് നമ്മള് കൂടിയിരിക്കുന്ന സ്ഥലത്തോ നടക്കട്ടെ. In game this is a beast. സൈഡിലെ സ്ക്രീൻ വിഷയം. അയ്യോ ഇതിന് ഫ്രണ്ടിന് ഒരു മക്ലാരൻ ടച്ച് ഉണ്ടല്ലേ, നോക്കി. ആ വണ്ടി കേറല്ലേ? എടാ ഈ ഇവിടെ നിക്കാൻ വണ്ടി കേറല്ലേ ഈ വണ്ടിയില്? നീ മോളിക്കണ ഇത്
ഇത് B6-ന്റെ ഒരു ഇതുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാൻ guys. കേൾക്കുന്നുണ്ടോ? ഈ വണ്ടി നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു നമ്മളെ ഷിൻ ഗോഡ്സിലയുടെ ഒരു ലോവേഡ് വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഗോഡ്സില്ല എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രോപ്പർ ഞങ്ങളുടെ ഗോഡ്സില്ല. മറ്റേത് മെക്ക ആൻഡ് ഇത് ഷിൻ ഗോഡ്സില്ല എന്ന് പറയുന്ന വണ്ടി പണിയുമ്പം എല്ലാവർക്കും പ്രശ്നം പറ്റുന്ന എവിടെയാണെന്നറിയോ? ഒരു വണ്ടിയുടെ ഏറ്റവും ഭംഗി അതിന്റെ പുറയുന്ന. കാരണം നമ്മൾ എപ്പോഴും കാണാൻ പോകുന്ന അതിന്റെ പുറയില്ല. എല്ലാ ഡിസൈനേഴ്സിനും വരുന്നൊരു പ്രശ്നമാണ് അതിന്റെ ബാക്ക് എങ്ങനെ ഡിസൈൻ നിങ്ങള്. പക്ഷേ എന്റെ അമ്മ മറ്റേത് വിഷയം. ഇത് നിങ്ങളെ വെളിയിലെടുത്ത് കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഈ ലൈറ്റിൽ കാണുന്നതല്ല ഇത്. ഞാൻ വെളിയിലെടുത്ത് സൂപ്പറായിട്ട് വിടന്നിട്ടുണ്ട്. അടുത്ത വണ്ടിയുടെ ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടാ ഗൈസ്? നിങ്ങൾ ഇതിന്റെ ബാക്ക് സൈഡ് നോക്ക്. കണ്ടാ ഇത് ആ എഞ്ചിൻ ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ടോ ഗൈസ്? നിങ്ങള് എഞ്ചിൻ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യണം. മറ്റേ ഇത് സൈലൻസർ ഇതാവണ. രണ്ട് വണ്ടിയെ പറ്റുള്ളൂ ബ്രോ. നമ്മൾ മാറി മാറി കയറ്റിക്കോളാം. വീക്കിലി ഞങ്ങൾ മാറി മാറി കയറ്റിക്കോളും. അത് കാണാം. അത് പുറത്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പുറത്ത് അത്രേ ഉള്ളൂ. ഹലോ, ഹുഡിയില് പറഞ്ഞില്ല വലിയ മാറ്റം വരുത്തിയിട്ടില്ല കേസ്. നമ്മള് ഹുഡിയില് നമുക്ക് കളർ കൺഫ്യൂഷൻസ് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നണേ. ഇനി ലൈക്ക് കളർ പാറ്റേൺ നമുക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ബാക്ക് സൈഡ് ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് മസ്ജിദ് RX-7. എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. എടാ എന്നാലും ഏതൊക്കെ റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മള് റിയൽ ലൈഫ് വണ്ടികളല്ലടാ അതൊക്കെ. നമ്മള് ശരിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവരുമല്ലേ. പുള്ളി അത് പണിതെടുത്താന്ന് പറയുമ്പോ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായി? നിങ്ങളെ വെളിയിൽ ഈ വണ്ടി കാണിച്ചു തരാം. എടാ ഒരു ഇതോട്ടില്ലേ അതോടെ കണ്ടിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് വെളിയിൽ കാണിക്കണം എനിക്ക് എല്ലാരും. എടാ അടുത്ത വണ്ടി എവിടെ ലാസ്റ്റ്? തന്നെയാണല്ലോ അങ്ങനെ തന്നെ വെച്ചേക്കും അല്ലേ? ഓക്കെ. പക്ഷെ ഇതിന്റെ ലിവറി മാറി കിടക്കുവാണല്ലോടാ ഈ ഷിൻ ഗോഡ്സിലടാ. ഇല്ല അത് അണ്ണന്റെ ഓക്കെ. അപ്പൊ നമുക്ക് എന്നെ ഒന്ന് ആരെല്ലാം ഒന്ന് വെളിയിലോട്ട് വലിച്ചിട്ടിട്ട്, ആരും ഇല്ലാത്തടത്തോട്ട് ഒന്ന് വലിച്ചിട്ടിട്ട് ഈ 3 വണ്ടി ഒന്ന് സ്പോൺ ചെയ്ത് തരുമോ? നമ്മുടെ ഈ ടീഷർട്ടും പുതിയ വണ്ടിയുടെ പുതിയ ലിവറിയും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഫാന്റം എന്ന് പറഞ്ഞൊരു പയ്യനാണേ. പയ്യൻ അതെല്ലാം ഫോണിലാണ് ചെയ്തേക്കുന്നത്. ഫോണിലോ? സംസാരിച്ചോണ്ടിരിക്കുവാ. ഫോണിലോ? അവനെ പൊന്നനോടൊന്ന് വലിച്ചേ. നമ്മുടെ ലിവറി ടീഷർട്ടും ഒക്കെ ചെയ്ത ഫോണിലാണോ? ഹലോ, വണ്ടിയുടെയും എല്ലാം ലിവർ ചെയ്തിരിക്കുന്ന പയ്യൻ ഫോണിലാണ് ചെയ്തത്. ഫാന്റം എന്നാണ് പേര്. ഫോണിലോ ഇത്? ഫോണിലാണ് ചെയ്തേക്കുന്ന അഡ്രസ് അല്ല. അവനെ ഒന്ന് ഡിസ്കോഡി കൊണ്ടുവരുവോ? അവൻ ഇൻട്രോവേർട്ട് ആണ്. ഞാൻ വിളിച്ചു നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഡിസ്കോഡി കൊണ്ടുവന്നാ മതി. എനിക്ക് വെതർ ഒന്ന് പകലാക്കിട്ടെ. വെതർ ഒന്ന് പകലാക്കിട്ട് കുറച്ചുകൂടെ ഇതാക്കിട്ട് ഒന്ന് പകലാക്കി തരുമോ? ഞാൻ എന്നിട്ട് എന്റെ ഇതൊന്നും കുറച്ചോട്ടെ. ഒരു മിനിറ്റ്. ഹലോ, താങ്ക് യു. ഹലോ. സ്പോൺ ആക്കിയോ. വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാളെ ഫിക്സ് ആവേ. ഓക്കെ. എല്ലാം നാളത്തേക്ക് സെറ്റ് ചെയ്യിക്കാം. ഓക്കെ. എന്റെ അത് കളർ നോക്കണം കേട്ടോ. എന്റെ അത് വേറെ കളറായിട്ടേ വരത്തുള്ളൂ. എന്റെ ഈ ഇതിട്ടേക്കുന്നുണ്ട്. ഈ ബ്ലാക്കിന് വരെ എന്റെ ഒരു ബ്ലൂ ഷെയ്ഡായിരിക്കും വരുന്നത്. മറ്റേതൂടെ ഒന്ന് സ്പോൺ ചെയ്തേ. നോർമൽ GTA ഗ്രാഫിക്സ് ഇടാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് ഇത് ഇടുമ്പോ എന്തോ പോലെ ഇത് ഈ ഒരു ഇതിന് എന്തോ റിഫ്ലക്ഷൻ ഭയങ്കര ഇത് കൂടുതലാ. ഇതാണ് അതിന്റെ ലിഫ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ. ഇതാണ് എന്റെ അതുള്ള കളർ. നിങ്ങൾ നോക്കേണ്ട ബ്രൈറ്റ്നസിന്റെ ആണ്. ബ്രൈറ്റ്നസ് ഇനിയും കുറയ്ക്കേണ്ട വരും. അല്ലെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ബ്രൈറ്റ്നസ് 0.5 ആക്കിയാലും
കാര്യം സ്പീക്കർ അടിക്കേ. ഇല്ലടാ, അത് ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാണ്. ആ വണ്ടിയിൽ വരുന്ന ഷെയ്ഡാ. ഞാൻ വണ്ടിക്കകത്താ കാറോടെ വലിച്ചള 280 ID. കണ്ടോ, ഇതിപ്പോ ബ്രൈറ്റ്നസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. ഓക്കെ എടാ വണ്ടി എടുത്തിട്ട് പോലെടാ, ഞാൻ കാണിച്ചോട്ടാ എല്ലാരും ഒന്ന്. എടാ ഇങ്ങനെ ചെയ്യലടാ, ഒന്ന് വണ്ടി എടുത്ത് പോലെടാ, ഒന്ന് വെയിറ്റ് ചെയ്യടാ. ഒരു വണ്ടിയുടെ ഉണ്ടല്ലോ, അതോടെ എടുത്തിട്ട് കണ്ട കൈസ്. എന്റെ ഇത് എങ്ങനെ ഓഫ് ചെയ്യുന്ന കൈസ്? ഓക്കെ, ഇത് കാണാനൊട്ട് ഇതിനകത്ത് കളർ ഭയങ്കര ശോകോടാ. ഇതിനകത്ത് എനിക്ക് വേറെ എന്തോ കളറായിട്ടാ കാണിക്കണേ ഈ വണ്ടി. നമ്മുടെ വണ്ടിയുടെ കളറായിട്ടല്ല കാണിക്കണേ. നോക്കട്ടെ, ഈ 2 വണ്ടികൾ ഞാൻ ലീവ് അടിച്ചു കളയാം. മറ്റേ 2 വണ്ടികളാണ് ഒറിജിനൽ. ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിരിക്കുന്ന ടോമിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടിയുടെ ഹാൻഡ്ലിങ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയുള്ള വാറുകളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നോക്കാം. ഇത് എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് തോന്നുന്നത്. വേറെ ആരെങ്കിലും നിങ്ങൾ വേറെ ആരെങ്കിലും ഒന്ന് POV കണ്ടു നോക്കണേ. എൻ്റെ അകത്ത് വേറെ കളറായിട്ടാണ് കാണുന്നത്. അത് ഞാൻ ഓഫ് ചെയ്തടാ. ഇത് കൊള്ളൂല, എനിക്കത് ഇതിനകത്ത് കണ്ടിട്ട് കൊള്ളൂല. ആൻഡ് ഇതാണ് മെക്ക. മെക്ക ഈസ് എ ബീസ്റ്റ്. ഇതിന് ഷെയ്ഡിങ് കുറച്ച് ഈ ഞാൻ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് മോഡിന് ഷെയ്ഡിങ് കുറച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇതെന്താടാ ഈ ഓടിപ്പോണേ? അല്ല, പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എന്റെ പേര് പറയല്ലേ? ഇല്ല പറയുന്നില്ല. ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് അധികമായി പോയി, ഒരെണ്ണത്തിന് വലിപ്പം കുറച്ച് കുറഞ്ഞു പോയി കേട്ടാ. ഹാൻഡിങ് നല്ല രസമുണ്ടാ, നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ. കിട്ടില്ല. ഓടിച്ചു നോക്കണേ. എടാ ആ ഷിന്നൊന്ന് വാസോണ്ട് കൊടുക്കോ. ഷിന്നം തന്നടാ, എനിക്കൊന്ന് തന്നെ ഷിന്നം തന്നെ. അതിന്റെ ഹാൻഡ്ലിംഗ് ഒന്ന് നോക്കിയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ഭയങ്കര അടിപൊളിയാണ്. ഓഫ് റോഡൊക്കെ ഒന്ന് നല്ല സ്ലോയിൽ ഓടിച്ചു നോക്കണേ. ഹലോ നിക്കോ ബ്രോ, ഉണ്ട്. വന്ന് കേറല്ലേ? അയ്യോ ഹാൻഡ്ലിങ് ആ ഒരു നല്ലൊരു ഭയങ്കര അത്യാവശ്യം റിയലിസ്റ്റിക്. എനിക്ക് ഒരു അപ്പി മോഡ് ഇട്ട് തന്നിട്ടേ ഇതിന്റെ കളറൊക്കെ ചമ്മന്തി പോലെയായി. എനിക്ക് ഇതിനെക്കാട്ടിലും ഡിഫോൾട്ട് ആണ് നല്ല. ഞാൻ ഉള്ളാരും പറയല്ല, എന്റെ POV നോക്കിയിട്ട് എന്റെ POV നോക്കുമ്പോ എനിക്ക് ഡിഫോൾട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കാണുന്നു. സത്യം. എടാ നിന്റെ POV ഒന്ന് സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുത്തേ ഈ വണ്ടിയുടെ കളർ ഒന്ന്. ഈ വണ്ടിയുടെ കളർ അവൻ സ്ട്രീം ചെയ്ത് തരും. അവൻ ഇതാ OG. ഇതാണ് വണ്ടിയുടെ കളറും വണ്ടിയുടെ ലുക്കും. അയ്യോ, അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പെട്ട പാട്. ഇതാണ് വണ്ടിയുടെ കളർ. അതെ, ലിവർ ഇതല്ല കേട്ടോ. ലിവർ ഞാൻ നാളെ മാറ്റി കേട്ടോ. ലിവറി വേറെയാണ് കേസ്, ലിവറി വേറെയാണ്. എന്നാ മറ്റേ മെക്കയും കൂടെ കാണിച്ചു കൊടുത്തടാ.
പിന്നെ മറ്റേ 4x4 എന്തോ ഒരു കേറുന്നതിന് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അതും കൂടെ നാളെ സെറ്റായി അതും കൂടെ കയറ്റി സിറ്റി വരുമ്പോഴത്തേക്കും എല്ലാം ഫിക്സ് ആയിരിക്കും. വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ആണ് ഞാൻ നോക്കണേ. നീ മെക്കിന്ന് കാണിച്ചെടുത്തേ. ഞാനില്ല വണ്ടിയുടെ ഡീറ്റെയിലിംഗ് ഞാൻ ഡീറ്റെയിലിംഗ് കാണിച്ചു കേട്ടെ അവർക്ക്. ഡീറ്റെയിലിംഗ് കണ്ട വണ്ടിയുടെ ആടാ ഞാൻ പുറത്താ ഇതുണ്ടാ. വെയിറ്റ് ഞാൻ FEP കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു കാര്യം. വെയിറ്റ് 400 കോടി ബാങ്കില്. ഇല്ല ഇതിനകത്തല്ല മറ്റേനകത്താണ് FEP-ല്. മെക്കലാണല്ലോ. മെക്കലാണ്. എടാ മെക്കുന്നുണ്ടെന്ന് കാരണം ഈ വണ്ടി ഓൾറെഡി നല്ല സൈസ് ഉണ്ട് ബോഡിക്ക്. സെക്കൻഡറി കളർ ഇട്ടിട്ട് വരാവോ ഇങ്ങോട്ട്? സെറ്റാണ് മറ്റേ സെറ്റാണ്. ഇപ്പൊ അങ്ങോട്ട് പോയി മെക്കൊന്ന് വരാവോടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഞാൻ എന്റെ പിങ്കിലോട്ട് ആ ബാക്കിലുള്ള മെക്ക. നേരെ വാ. ഷെഡിലത്താണോടാ ഓടിക്കുന്നത്? എടാ ഹലോ എടാ ഞാൻ ഇവിടെ നിക്കുന്നുണ്ടടാ. ഈ പിങ് ഉണ്ടടാ. അതായത് 847 കൊണ്ടുവരാവോ? മെക്ക ഉള്ള ഒരാള്. ആ നേരെ കൊലയാടി മോനെ. ഈ കുണ്ണകള് ഇതാണ് ഇതിന്റെ കളറ്, മനസ്സിലായ? ആ ഗ്രില്ല് കണ്ടാ നീ? ഇത് ഉണ്ടാക്കിയതൊക്കെ പറയുമ്പല്ലേ ആലോചിച്ച്. എടാ വാ പുള്ളിയെ വിളിച്ച്. ഹലോ നിക്കുന്നുണ്ടോ ഇവിടെ? കേൾക്കുന്നുണ്ടോ? ഹലോ വണ്ടി നിർത്തണം അമ്മായി. അപ്പൊ എടാ അതൊന്ന് ചന്ദ്ര ഒന്ന് ഇറങ്ങി വന്നടാ, വെളിയിൽ വന്ന് എല്ലായിടത്തും വരാൻ പറഞ്ഞു. അണ്ണാ ഞാൻ റെഡി ഇല്ല, ഒന്ന് കേട്ട് പറയോ?